നമസ്കാരം. ബാങ്കിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ഭൂമിയുടെ ഒറിജിനൽ പട്ടയം നഷ്ടപ്പെടുത്തിയതിന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 2,50,000 രൂപ പിഴയിട്ട് തൃശൂർ ഉപഭോക്തൃ കോടതി. ബാങ്കിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ഭൂമിയുടെ ഒറിജിനൽ പട്ടയം നഷ്ടപ്പെടുത്തിയത് ഗുരുതരമായ സേവന വൈകല്യവും അശ്രദ്ധയുമാണെന്ന് വിലയിരുത്തിയ കോടതി പരാതിക്കാരിക്ക് 2,50,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവ് നൽകാൻ ഉത്തരവിടുകയായിരുന്നു. 2014 പരാതിക്കാരിയായ സത്യവല്ലിയും മകൻ ശശീന്ദ്രനും ചേർന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ താണിക്കുടം ശാഖയിൽ നിന്ന് 3 ലക്ഷം രൂപ കാർഷിക വായ്പ എടുത്തിരുന്നു. വായ്പയ്ക്ക് ഈടായി സത്യവല്ലിയുടെ 0.8903 ഹെക്ടർ ഭൂമിയുടെ ഒറിജിനൽ പട്ടയം ബാങ്കിൽ സൂക്ഷിച്ചു. 2018 ഇവർ അധിക വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് തങ്ങളുടെ വിലപ്പെട്ട ഒറിജിനൽ പട്ടയം ബാങ്കിന്റെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ട വിവരം ഇവർ അറിയുന്നത്. തുടർന്ന് ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒറിജിനൽ രേഖകൾ നഷ്ടപ്പെട്ടതോടെ ഇവരുടെ ഭൂമി വിൽക്കാനോ മറ്റു വായ്പകൾക്കായി ഈടായി നൽകാനോ കഴിയാതെ വരികയും ഭൂമിക്ക് വിപണിയിൽ യഥാർത്ഥ വില ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും കടുത്ത മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാർ 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തൃശൂർ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച ഉപഭോക്തൃ കമ്മീഷൻ ബാങ്കിന്റെ വാദങ്ങളെ ശക്തമായി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഉപഭോക്താക്കൾ തങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന വിലപ്പെട്ട രേഖകളും ആധാരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് ബാങ്കിന്റെ നിയമപരമായ ബാധ്യതയാണെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതിക്കാർക്ക് വായ്പാ കുടിശ്ശികയുണ്ടെന്ന കാരണം പറഞ്ഞ് രേഖകൾ നഷ്ടപ്പെടുത്തിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബാങ്കിന് ഒഴിഞ്ഞു മാറാനും കഴിയില്ലെന്നും കോടതി വിലയിരുത്തി. ഇനി ഭാവിയിൽ വായ്പ പൂർണ്ണമായി തിരിച്ചടച്ചാൽ പോലും ഈ ഒറിജിനൽ പട്ടയം തിരികെ നൽകാൻ ബാങ്കിന് സാധിക്കാത്തത് സേവനത്തിൽ വന്ന വലിയ അപാകത തന്നെയാണ്. ബാങ്കിന്റെ ഈ നിരുത്തരവാദപരമായ പ്രവൃത്തി മൂലം ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനും വായ്പകൾക്ക് ഉപയോഗിക്കുന്നതിനും തടസ്സമുണ്ടാകുമെന്നത് ഉറപ്പാണ്. സമാനമായ ഒരു കേസിൽ ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധിയെ കൂടി ആശ്രയിച്ചാണ് തൃശൂർ കോടതി ഈ വിഷയത്തിൽ വിധി പറഞ്ഞത്. ഈ വിഷയത്തിൽ കമ്മീഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേഴ്സസ് അമിതേഷ് മസുംദാർ എന്ന ദേശീയ കമ്മീഷന്റെ വിധിയെ ആശ്രയിക്കുകയും ചെയ്തു. എന്നാൽ 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം തെളിയിക്കുന്ന മതിയായ തെളിവുകളില്ലാത്തതിനാൽ കോടതി അത് അനുവദിച്ചില്ല. അതേസമയം ഒറിജിനൽ പട്ടയം നഷ്ടപ്പെട്ടതിലൂടെ പരാതിക്കാരിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക വേദനയും ഉണ്ടായതായി അംഗീകരിച്ച കമ്മീഷൻ 2,50,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കേസ് ചെലവ് എന്നിവ നൽകാൻ ഉത്തരവിടുകയായിരുന്നു. ഈ തുകകൾക്ക് വർഷത്തിൽ 9% പലിശ ഈടാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം പരാതിക്കാർക്ക് എന്തെങ്കിലും വായ്പാ കുടിശ്ശികയുണ്ടെങ്കിൽ അത് ഈടാക്കുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഈ വിധി ബാങ്കിനെ തടയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വായ്പകൾക്കായി ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന ഒറിജിനൽ ആധാരങ്ങൾ, പട്ടയങ്ങൾ, ടൈറ്റിൽ ഡീഡുകൾ എന്നിവ നഷ്ടപ്പെടുത്തുന്നത് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണെന്ന് ഈ വിധിയിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. ഉപഭോക്താക്കളുടെ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് ബാങ്കിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നും അതിൽ വീഴ്ച വരുത്തിയാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടെന്നും ഉറപ്പിച്ചു പറയുന്നതാണ് ഈ വിധിന്യായം. ബാങ്കിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ഭൂമിയുടെ ഒറിജിനൽ പട്ടയം നഷ്ടപ്പെടുത്തിയത് ഗുരുതരമായ സേവന വൈകല്യവും അശ്രദ്ധയുമാണെന്ന് വിലയിരുത്തിയ കോടതി പരാതിക്കാരിക്ക് 2,50,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവ് നൽകാൻ ഉത്തരവിടുകയായിരുന്നു.